ഞാൻ കണ്ടില്ല, സോറി. ഇൻട്രൊഡക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ സംസാരിക്കാൻ വേണ്ടി മൈക്ക് മേടിച്ചു. ഞാൻ ബ്ലോക്ക് ചെയ്തു, സോറി. ഞാനങ്ങനെ മൈക്ക് മേടിക്കുന്ന ഒരാളാണ്. ക്വസ്റ്റ്യനില്ലേ ക്യാമറ മൈക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അനുവേണ്ട. അപ്പം 11 തനിനിറമാണ്. അപ്പം ടീച്ചർ കണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഇപ്പൊ ഹ്യൂമർ ചെയ്യുന്ന കുറച്ച് പേര് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു കഥ ചെയ്യുന്ന പോലെ ഭയങ്കര ത്രില്ലർ ടീച്ചർ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പൊതുവെയുള്ള ഒരു കാര്യമില്ല. അപ്പം അത് ഒരു എക്സ്ട്രാ എന്തായത് ഒരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്ന് തോന്നിയ നോക്കിയതൊരു എലമെന്റ് ആയി സ്ക്രിപ്റ്റില്. എന്ത് സിനിമയാണ് നമുക്ക് തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന കഥയാണ് നമ്മൾ ഓക്കെ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ പറഞ്ഞാൽ ഒരുപാട് പരിണാമങ്ങൾ ഉറപ്പായിട്ട് എല്ലാ സിനിമകൾക്കും വരും. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, ഇത് നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു വൺ ലൈനോ സീൻ ഓർഡറോ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് അതൊരു സ്ക്രിപ്റ്റായി വരും. സ്ക്രിപ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സംവിധായകന്റെ വഴിയിൽ പോയി കുറെ പെർഫോമേഴ്സ് അതിന് പെർഫോം ചെയ്തു. ഇത് നമ്മൾ ആദ്യം കേൾക്കുന്ന കഥയിൽ നിന്ന് ഇവോൾവ് ചെയ്ത് മറ്റൊന്നായി മാറുന്നു, എഡിറ്റിംഗ് ടേബിളിൽ മറ്റൊന്നായി മാറുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ പറയുന്ന ഞാൻ ഈ പടം ഇതുവരെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മള് ഒരു പടത്തിന് യെസ് പറയുന്നത് അതിന്റെ ആദ്യ കാഴ്ച, ആദ്യ കേൾവിയിലാണ്. ആ ആദ്യ കേൾവിക്ക് ശേഷം ഒരു മെറ്റമോർഫോസിസ് കടന്നു പോകുന്നു. അതിനുശേഷം അത് തീരുമാനിക്കേണ്ടത് ഓഡിയൻസ്. അത് നമുക്കറിയില്ല. നമുക്ക് ആ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാ അത്തരം സിനിമകൾ മാത്രമല്ലേ ചെയ്യുള്ളൂ. നമുക്കറിയില്ല. നമുക്ക് ഒരു ജഡ്ജ്മെന്റ് വരും. തലേ ദിവസം റിവ്യൂ വെച്ച് ഗംഭീരം എന്ന് പറഞ്ഞ സിനിമകൾ തിയേറ്ററിൽ തകർന്നറിയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ച് ഇത് ഫസ്റ്റ് ദിവസം പെട്ടിയെടുത്ത് വെളിവെക്കുക എന്ന് പറയുന്ന പടങ്ങൾ സൂപ്പർ ഹിറ്റ്. അപ്പൊ ഇത് ഓഡിയൻസിലേക്ക് എത്തുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഫോമാണ്. ആ ഒരു എല്ലാ പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി യുവേഴ്സ്. നമ്മൾ ഇവിടെ ഇരുന്ന് എന്ത് തള്ളിയിട്ടും ഒരു കാര്യമില്ല. ആ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനലി പിന്നെ നിങ്ങൾ കണ്ട് പറയുമ്പോൾ മാത്രമാണ് അത് ഇത്രയും നന്മകൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ ഒരു ഹെൽപ്ലെസ്നെസ്, പ്രത്യേകിച്ച് ആക്ടേഴ്സ്. ഇത് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുന്നത് ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ഇതുണ്ടാവും. ആക്ടേഴ്സിന് അറിയില്ല, ക്ലൂലെസ് എന്നാണ് സമയം. നെക്സ്റ്റ് ആദ്യം അതൊരു ക്വസ്റ്റ്യൻ ആണ്. ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നത് പോലെ ഒന്നുമില്ല. ജേർണലിസ്റ്റുകളാണ് ചിരിക്കുന്നത്. നീ അല്ലേ നിനക്ക് അത്ര നീ അനക്കേണ്ടതൊന്നും കേരളമായി നിനക്കൊരു ചോദ്യം മൈക്ക് കൈമാറും. അതിലൂടെ ഈ പോലീസ് വേഷങ്ങൾ വരുന്നുണ്ട്. ഇതിൽ എന്ത് വെറൈറ്റിയാണ് പോലീസ് വേഷങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല. പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോ ഇപ്പം നമ്മള് ട്രാഫിക്കിൽ ചെയ്യുന്ന ഒരു പോലീസ് വേഷവും വിക്രമാദിത്യത്തിൽ ചെയ്യുന്ന പോലീസ് വേഷവും അല്ലെങ്കിൽ CBI 5 പോലത്തെ ഒരു സിനിമ ചെയ്യുന്നു ഈ അടുത്ത കാലത്ത് ഇതെല്ലാം മാറ്റം കൊണ്ടുവരേണ്ടത് ആദ്യം ബുക്കിലാണ്. അതായത് റൈറ്റിംഗിൽ ബൈ ദ ബുക്ക് മാത്രം നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഓൾ മണി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരായിരിക്കും. നമ്മളതൊന്നുമല്ലല്ലോ, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ആക്ടേഴ്സ് നമ്മളെല്ലാവരും. അപ്പം ഈ തനിനിറമുള്ള സിനിമ വരുമ്പോ അല്ലെങ്കിൽ ഏതൊരു പോലീസ് വേഷം വരുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ വേഷം വരുമ്പോഴും നമ്മൾ ട്രൈ ചെയ്യും എന്തെങ്കിലും. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ട പലപ്പോഴും രൂപത്തിൽ മാറ്റം വരുത്തി രക്ഷപ്പെടാനാണ് ആക്ടേഴ്സ് നോക്കുക. അതൊക്കെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. മുട്ടയൊക്കെ അടിച്ച് കുറച്ച് മീശയൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് വെട്ടാതിരുന്നതാണ്. തനിനിറ ഇറങ്ങി സഭയിലെ മുടി വെക്കും. സാംസന്റെ ഒക്കെ മുടി പോലെ അടുത്തത്
താല്പര്യമുണ്ട്. അഭിനയിച്ചുള്ള സിനിമകളൊക്കെ ഒരു ത്രില്ലർ മൊമെന്റുകളുള്ള ജോണപ്പെട്ട പ്രകടനമാണ്. എനിക്ക് കൂടുതലും വരുന്നത് അത്തരം സിനിമകളാണ്. എനിക്ക് എല്ലാത്തരം സിനിമ ആക്ഷൻ ഒഴിച്ചിട്ടുള്ള എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടമാണ്. അടി കൂടുതൽ നല്ലവരെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എനിക്കത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒട്ടും കുറ്റം പറയുന്നതല്ല, എനിക്ക് പറ്റാറില്ല. ഞാൻ കഴിയുമ്പോൾ അങ്ങനെ എത്രയോ സിനിമകൾ അടിയുണ്ട് എന്ന കാരണം താല്പര്യമുണ്ട്. ഒരുപാട് സിനിമകൾ അതൊഴിവായെന്ന് മാത്രമല്ല, അടിയുള്ള സിനിമകൾ അപ്പുറത്ത് വേറൊരു നായകനുണ്ടെങ്കിൽ അവന് അത് കൊടുത്തിട്ട് രക്ഷപ്പെട്ട ഉണ്ണിക്കൂടുന്നതൊക്കെ ചാണക്യം തമ്മിലൊക്കെ അതിനകത്ത് പണി കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്ക് വരുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മള് കണ്ണെടുത്ത് പോയി ഇങ്ങനെ ഡയലോഗ് വഴി പോയിക്കോട്ടെ, നിങ്ങൾ ഇനി ആ സിനിമ എന്താ ശ്രദ്ധിച്ചാലേ ഒരു ഡയലോഗ് പറഞ്ഞ് ഞാൻ കാപ്പിടിച്ചിട്ടാണ് പറഞ്ഞ് പോയിട്ട് ഉണ്ണി അടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കഴിഞ്ഞു. എനിക്ക് ബാക്കി അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോണറെ അല്ലെങ്കിൽ ജോണർ മനസ്സിലാവുന്ന പക്ഷേ അതാണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ അങ്ങനെ കാറ്റഗറിയിലേക്ക് മിക്ക ആളുകളും സെലക്ട് ചെയ്യുന്നില്ല വേണം. അങ്ങനത്തെ ഒരു ടാഗ് ഒരു മനഃപൂർവ്വം തോന്നിയിട്ടില്ല. ഇതിൽ അൾട്ടിമേറ്റ്ലി പടം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ. ഞാൻ ഒരു സിനിമയിൽ പോലും നായകനാണെന്ന് പ്രതീക്ഷിച്ചാണ്. ഞാൻ 3 സിനിമകളിൽ നായകനായി. എനിക്ക് അർഹിച്ചതിനേക്കാൾ കൂടുതൽ അംഗീകാരം ഒരു നടൻ എന്ന രീതിയിൽ കിട്ടിയ ആളാണ് ഞാൻ. 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിലിംഫെയർ അവാർഡ് കിട്ടി. ഇതൊന്നും ഞാൻ പൂർണ്ണമായി അറിയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ എനിക്ക് ആസ് എൻ ഓഡിയൻ മലയാളികൾ തന്ന സ്ഥാനം അല്ലെങ്കിൽ മലയാളികൾ തന്ന അംഗീകാരം ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ്. പ്ലാൻ ചെയ്തിട്ടാണെന്നല്ല ഒരു കളാനുമില്ല. ആരും ഒന്നും വിളിച്ചാലും പോകും. നാളെ കോമഡി കഥാപാത്രം വന്നാലും പോകും. എന്താ പറയുക, കോമഡി കഥാപാത്രം ആദ്യം ഓണം പിടിക്കും. പിന്നെ ആംഗ്രി ബേബീസ് ഒക്കെ കുറെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള തരണ്ടേ, അത് തന്നാലേ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അനാ സംതൃപ്തി എന്ന് പറയുന്ന പോലെ മാമൂലുണ്ടേ. അതിനനുസരിച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താം എന്നൊക്കെ തോന്നുന്ന പടമാണെങ്കിൽ പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലേ അല്ല. നമ്മളെ ആദ്യം കേൾക്കുമ്പോൾ ആദിഗംഭീരം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പാടപട പൊട്ടി നമ്മൾ കിടക്കുന്നു. കണ്ടിട്ടുണ്ട് 100 പടമായില്ലേ, വയസ്സായി. ഇത് നമുക്ക് ട്രാക്ക് മാറ്റിയില്ലേ ഒരു ആക്ഷൻ മാസ് ഒക്കെ പിടിക്കാനുള്ള സമയമായിരുന്നു. നീ നിന്റെ ഈ വയർ തുടങ്ങിയിട്ട് ഒരാളെ മാത്രം ചെയ്താൽ മതി. പരസ്പര പൂരകമായിട്ട് ബന്ധത്തിലേക്ക് നീ തുടങ്ങി, ഞാൻ ആക്ഷൻ ചെയ്യും. നീ തുടങ്ങി ക്യാമറ കൊണ്ട് തിരിച്ചു വയ്ക്കും. പ്രത്യേക പ്രൊഫൈല് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ കുംഭയിലേക്ക് ഒരു ക്ലോസ് അവൻ കട്ട് ചെയ്തതാണ്. ക്ലോസ് അങ്ങനെ ഇടത്തില്ല. അങ്ങനെ നീ തട തുടങ്ങുമ്പോൾ ഞാൻ ആക്ഷൻ ചെയ്യും. ആക്ഷൻ എന്ന് പറഞ്ഞ വിഷമിക്കില്ല. അമ്മ ആക്ഷൻ ചെയ്യുന്നില്ല, തങ്കത്തിന്റെ കിടല പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നായകനൊന്ന് പരിചയപ്പെടുത്തും. ഇനി വീണ്ടും നായകൻ വേറെ എവിടെ കണ്ടിട്ടില്ല. നീ ആളെ കണ്ടിട്ടുണ്ടല്ലോ. നീ ആദ്യം ഒരൊറ്റ കാര്യം ചെയ്യും. ക്യാമറ കുറച്ച് ആ വൈഡൻസിലേക്ക് ഇട്ട് ബാക്കി ആ പാവങ്ങളൊക്കെ ഒന്ന് പിടിക്കും. ശരി, ഓക്കെ. ആ നായകൻ ഒന്നുകൂടെ അങ്ങോട്ടേക്ക് പരിചയപ്പെട്ടു. എന്റെ പേര് അനക. ഞാൻ തണ്ണീർമത്ത ദിനങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തണ്ണീർമത്ത ദിനങ്ങളുടെ കുഞ്ഞവളാണ്. കുഞ്ഞല്ലേ? +2. അതെ, പിന്നെ പത്രോസിന്റെ പർപ്പുകൾ എന്ന മൂവിയിലെ നെസ്ലന്റെ അതായിട്ട് ചെയ്തായിരുന്നു. തണ്ണീർമത്തന്റെ ഡയലോഗ് ഒന്ന് പറയും. അപ്പോഴേ വാസെടുത്തു. നമ്മുടെ ക്ലാസ്സിൽ ജയിച്ചല്ലേ, നിന്റെ ഒടുക്കത്തെ നോട്ടാണ്. അത് നേരത്തെ തങ്കത്ത് കൊടുക്കും. തങ്കത്തെ പറഞ്ഞ അത് ആ ഡയലോഗ് കേൾക്കാൻ പറ്റാണ് ഞാൻ നോക്കിയത്. അനക ഇതില് ഇപ്പം അനൂപേട്ടനെ പോലത്തെ ഒരു ലെജൻഡിന്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അനൂപേട്ടനിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ട്യൂഷൻ പേഷ്യൻസ്, പിന്നെ അതുപോലെ തന്നെ സാറോട് സെറ്റ് ബിഹേവ് ചെയ്യണതായാലും സാറിന്റെ ആക്ടിങ് ആയാലും എല്ലാം
ആകെ മൊത്തം ടോട്ടൽ. അതാണ്. അതെ, അതെ. Thank you. അനുവേട്ട നോബിച്ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പം അനുവേട്ടനാണ് ഗോഡ്ഫാദർ. ഈ സിനിമയിലെ നോബിച്ചേട്ടൻ ഒപ്പം തുടങ്ങുന്നത് നോബിയും ശരിക്കും കാലിഫോർണിയയുടെ കാര്യം വന്നപ്പോ നോബി ജോജു അതെല്ലാം ആ ടൈമിലാണ് അതിനെല്ലാം വരുന്നത്. നോബി നീ എത്ര 500 പടം ചോദിച്ചാൽ എത്രയൊക്കെയാണ്? 100ഒന്നുമില്ല, ഓടാണ്. ഞാൻ അഭിനയിച്ച 100, നീ 500 ആയി കാണും. ഒരു എണ്ണമില്ല, എല്ലാ പടത്തിലും ഉണ്ടല്ലോ. അപ്പൊ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവരെല്ലാം ആ കാലിഫോർണിയ ആ ടൈമിലുള്ള എല്ലാ ആക്ടേഴ്സും, സൈജു ആണെങ്കിലും നോബി, എനിക്ക് ഓർമ്മ നോബിയെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഏതായാലും കാലിഫോർണിയയില് ഇവൻ ഓടുന്നൊരു സീനുണ്ട്. മറ്റേ ആ വെട്ടിയായിട്ട് ഇവൻ ഓടുമ്പോ ഇവൻ ഓടുന്നില്ല. കാരണം വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഓടുന്നില്ല. ഞാൻ മൈക്കിൽ കൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് നോബി ഓട് ഓട് എന്ന് പറയുന്നുണ്ട്. അവസാനം ഇത് കേട്ടത് ഫസ്റ്റ് പാടൊക്കെ ഇവന് ഓടി, ഇവൻ വീണു, ഇവന്റെ ബോധം പോയി. ഇവന്റെ ബോധം പോയി, ഇവന്റെ പോയി പേടിച്ചിട്ട് ഞാനാണ് മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞത് ഓടാൻ. ഏതോ ഒരു തെണ്ടി അവിടെ സൈഡിൽ നിന്ന് എടുത്ത് പറഞ്ഞ് ഇത് പിന്നെ ഇത് വലിയ നോബി അവിടെ എത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നോബിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിക്കുന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ അപ്പോഴും ഏതൊരു ബുദ്ധിമുട്ടാണ് ഇവന്റെ കിടപ്പ് കണ്ട അങ്ങനെയല്ലേ. ഇവന്റെ ആ റോഡില് നമ്മുടെ കളമശ്ശേരി റോഡിലാണ് ഇവനെ എണീപ്പിച്ച് 10 പേരെ അങ്ങനെ ആംബുലൻസ് കെട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ പറയും അല്ല, അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി സ്റ്റാർസ് നടക്കുന്ന ടൈമാണ്. അപ്പം ഈ കാലിഫോർണിയയുടെ ഷൂട്ട് നടക്കുന്ന എല്ലാ ദിവസവും എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അന്ന് ട്രൂപ്പിന് പ്രോഗ്രാം കളിക്കുന്ന സമയമാണ്. അപ്പൊ കോമഡി സ്റ്റാർസിന്റെ പിന്നാലെ എത്താറായി. അപ്പൊ എല്ലാ ദിവസവും പരിപാടിയും ഇവിടെ ഷൂട്ടും. പക്ഷെ അണ്ണൻ എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ ലൊക്കേഷൻ. ഇപ്പൊ ഞാൻ ഇവിടെ പ്രോഗ്രാം ഉണ്ട്, ഏതെങ്കിലൊക്കെ എനിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വീണ്ടും എറണാകുളത്ത് വരും, വീണ്ടും പിറ്റേന്ന് പോകും. അങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിച്ചിട്ട് അടുത്തോട്ട് പരിപാടി ഇല്ല. ആലപ്പുഴ എനിക്ക് ഭാഗ്യമല്ലേ. ഇതെല്ലാം പ്രമാണം പോകും തിരിച്ചൊരു. അപ്പം കോമഡി സ്റ്റാർസിന്റെ ഷൂട്ടുണ്ട്, അവിടെയും പോകാൻ പറ്റില്ല. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഓടുന്നു. ഇത്രയും ദിവസം ഉറക്കൊഴിച്ചിരിക്കുന്നു, ഓടിയാലല്ലേ പറ്റൂ. എനിക്കറിഞ്ഞോളൂ ഫസ്റ്റ് പടമല്ലേ, നമ്മൾ ഓടാൻ പറ്റൂലെന്നാന്ന് പറയാൻ പറ്റുള്ള എങ്ങനെയും ഏറ്റവും വലിയ ടെൻഷൻ കാലിൽ കമ്പിയിട്ടേക്കുന്നു. അപ്പൊ എനിക്കൊരു പേടി, ഇതിന് ഊരി പോകും. ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട്. പിന്നെ ഓടണം, മറ്റേ പ്രഷർ എല്ലാം കൂടെ കൊണ്ട് തലചുറ്റി ശൈലി കുറുപ്പിന്റെ ദേഹത്ത് ഇങ്ങനെ വീട്. പക്ഷെ ഉഗ്ര സീനായിരുന്നല്ലേ. എന്നിട്ട് അതിന് ഏറ്റവും വലിയ കോമഡി തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഈ അയ്യപ്പന്മാരുടെ പ്രസാദം കറുപ്പും കറുപ്പും പാസ്പോർട്ടും ഫുള്ള് മാല. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടന്നപ്പോ നേഴ്സുമാർ ആന്ധ്രയിൽ നാട്ടെ വന്നിട്ട് ശബരിമല. അപ്പൊ എന്റെ കൂടെ ഇന്ന് ദീപു പാർച്ചാൽ രണ്ടുപേരും കണ്ട കറക്റ്റാണ്. അപ്പൊ നേഴ്സ് വന്നിട്ട് സ്വാമി ശബരിമല പോയതാ അവൻ തിരിച്ച് വന്നോ. ദീപു ഇല്ല, ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നിരുന്നു. പെട്ടെന്ന് ഈ അയ്യപ്പന്റെ ഡ്രസ് കണ്ടപ്പോഴാണ് ശബരിമല സീസൺ വരുന്നത്. പക്ഷെ എന്തായാലും അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പത്തെ പ്രസ് മീറ്റ് വരെ അണ്ണൻ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. വലിയ ഭാഗ്യം. ഇത് നമ്മള് ഇതില്ലേ ഉണ്ടോ? അല്ല, നമ്മളെപ്പോഴും ഈ സിനിമയിൽ ഇപ്പോ ഏതെങ്കിലും നോബിയുടെ സീൻ കണ്ടിട്ട് നമ്മളതിനെ മോശം പറയുകയോ അല്ലെങ്കിൽ അത് ശരിയായില്ല, ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അതായത് ഓൾമോസ്റ്റ് 48 hours ഉറങ്ങാതെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഷോ കഴിഞ്ഞ് തിരിച്ചു വന്ന് അഭിനയിക്കുന്നു, അഭിനയം കഴിഞ്ഞ് വീണ്ടും പോകുന്നു. സോ ഇതൊന്നും ഈ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പ കളിയല്ല അയാളെ കളിച്ചിട്ടുള്ളത്. അയാൾ അത്രയധികം അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയാനുള്ള ഏറ്റവും വലിയ സംഭവം ചിലപ്പോൾ ഈ പടത്തിൽ മോഹൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ ആങ്കേഴ്സ് ആയിട്ട് വന്നവരും നിങ്ങളുടെ ഇതുപോലെ ഇരുന്ന ഒരാളാണ് റോഹൻ, അല്ലെ? വലിയ ജീവനാണ്. ഒരു സിനിമയിൽ പ്രധാന വേഷമാണ് ഇപ്പൊ റോഹൻ ചെയ്യുന്നത്. എത്ര പേരുടെ സ്വപ്നമാണ്, എത്ര പേരെത്തും. അപ്പൊ അത് നമുക്ക് എന്താ പറയുക, ഇതിനെ നമ്മൾ ഇവരുടെ പിന്നിലുള്ള ത്യാഗങ്ങളോ വിഷമങ്ങളോ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ സ്വപ്നങ്ങളോ അവരെ കുറിച്ചുള്ള സ്വപ്നമൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല.
പോരാ എന്ന് പറഞ്ഞൊരു പുതുമുഖത്തെ പറഞ്ഞു കൊടുക്കുന്നു. എനിക്കൊരിക്കലും എനിക്ക് എല്ലാ കാലത്തും ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് പുതുമുഖങ്ങളുടെ ഒപ്പമാണ്. വളരെ കുറച്ചാണ് ഞാൻ സീനിയർ ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രധാന കാര്യം വെച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ഷൂസിൽ എമ്പത്തറ്റിക്കായിട്ട് കാണാൻ പറ്റും. കാരണം ഞാൻ കോൺത്തുള്ളത് ആ റട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നോബിക്ക് അന്ന് വീണപ്പോ ശരിക്കും പറഞ്ഞാൽ കുറ്റബോധത്തെക്കാളേറെ ഇയാള് ആ സിനിമയ്ക്ക് വേണ്ടി സിനിമ നടനാവാൻ വേണ്ടി സഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അപ്പോ നമ്മുടെ മനസ്സിൽ ഓടുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുട്ടികളൊക്കെ. എനിക്ക് തോന്നുന്നു രാത്രി ഇപ്പോഴായിരിക്കും ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക വാട്ട് ഇറ്റ് ടേക്സ് ടു ബി എ ആക്ടർ അല്ലെ. ഇപ്പുറത്തെ ഭാഗത്ത് വന്നിരിക്കുമ്പോൾ ഈ നിരന്തരമായ വെയിറ്റിങ്ങുകൾ, രാത്രികളിൽ ഉറക്കമില്ലാത്ത ഷൂട്ടിംഗ്, ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് പ്രൊഡക്ഷൻസ് വീണ്ടും തട്ടി വിളിക്കും, ഹായ് 5 മണിക്ക് ഷോ എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ജേർണി ഒരു തരത്തിൽ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിന്റെ മറ്റൊരു വശത്ത് നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി എമ്പത്തറ്റിക്കായിട്ട് ആൾക്കാർ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നീ കണ്ടുപിടിക്കണം. അനുവേട്ട അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ കാലിഫോർണിയയിൽ ശരി, അതുകൊണ്ട് സിനിമകളൊക്കെ പറഞ്ഞാൽ ശരിക്കും മലയാള സിനിമ ഒരു സമയത്ത് നോർമൽ ട്രാക്കിൽ അത് ബ്രേക്ക് ചെയ്ത ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമകളായിരുന്നു അതൊക്കെ. പക്ഷേ പല ജീവിതങ്ങളും ഒറ്റ സിനിമയിൽ കാണിക്കാൻ വളരെ ചെറിയൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സിനിമകൾ ശരിക്കും മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പം അങ്ങനത്തെ സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറയാനുള്ള ആളുകളൊക്കെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് സിനിമകൾ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത കുറവാണ്, കൂടുതലാണ്. അത് ചെയ്യാനുള്ള മടിയാണ്. എല്ലാ കാലത്തും ഇത് നമ്മളെ ബോധർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെ ബോധർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡ്ജ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ലോഡ്ജോ ഈവൻ കാലിഫോർണിയ ചെയ്യാൻ പറ്റില്ല. കാലിഫോർണിയ നമുക്കൊരു ഈ പറയുന്ന ഒരു ഫൺ ട്രാക്കൊക്കെ ആണെങ്കിലും അത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എന്റെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട ചോദ്യം. അണ്ണാ ബുദ്ധൻ ക്രിസ്ത്യാനിയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ നിഷ്കളങ്കമായി ചോദിക്കാം. ആക്ച്വലി ആ ചോദ്യത്തിന് വേറെ അർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് ഫിലോസഫിക്കൽ മാനങ്ങളുണ്ട് അല്ലെ. കാരണം നമ്മൾ ഈ മതം എന്ന് പറയുന്നത്, മതമുണ്ടായിട്ട് 2000 വർഷങ്ങളോ 3000 വർഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് 10 ലക്ഷം വർഷം ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ദൈവത്തെ പോലും കണ്ടുപിടിക്കാതെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഈവൻ പരസ്പരം ഒരു ടെററിസ്റ്റാണ്. അപ്പം എന്താണ് മനുഷ്യന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും, അതായത് വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന വളരെ പ്രൈമറി കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ വിവരക്കേടുകളിലേക്ക് പോകുന്നത്. അതിനെയാണ് ആ പടം പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തത്. സോ അന്ന് എനിക്ക് ഇന്ന് അത് ചെയ്യാൻ പറ്റുമെന്ന് സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് ആ ഡയലോഗ് മൈറ്റ് ബി എ ബ്ലാസ്ഫമി, ഇറ്റ് ക്യാൻ ബി ഒരു മതനിന്ദയായിട്ട് പോലും ഡബ് ചെയ്യപ്പെടാം. അത് ആ അർത്ഥത്തിൽ കറക്റ്റാണ്. നമ്മൾ ഭയങ്കര കൺഫൈൻഡ് ആയി ഓരോ കാര്യങ്ങളും ഒരു സിനിമയുടെ പേര് പോലും ഇടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ചെറുതായി കൊണ്ടിരിക്കുകയാണ് ആ ഒരു അർത്ഥത്തിൽ. അത് സത്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ അന്ന് അങ്ങനെ ഒരു പല ബ്യൂട്ടിഫുൾ ആ സമയത്ത് കുറെ അങ്ങനത്തെ സിനിമ ബ്യൂട്ടിഫുള്ളും ലോഡ്ജും കാലിഫോർണിയ പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായ സിനിമ ട്രാഫിക് എന്ന് പറഞ്ഞ പടം, അല്ലെങ്കിൽ ആഷിഖിന്റെ പടം സോൾട്ട് ആൻഡ് പെപ്പർ, ഇതൊക്കെ ഓരോ അതിന്റെ പല ഗണത്തിലും വളരെ ഈവൻ അരുണിന്റെ മുരളി എഴുതിയ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരുപാട് സിനിമ. അത് ഒരു ദാറ്റ്സ് എ സൈക്കിൾ. അതൊരു 10 years കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ വന്നപ്പോ ദിലീഷ് ഗിരീഷ് ഷെട്ടിയുടെ സിനിമകൾ വരുന്നു. സോ ആ സൈക്കിൾ കണ്ടിന്യൂസ്. ഓരോരുത്തർ അതിനകത്താവുന്നു, ഞാൻ അതിനകത്ത് ഇൻസ്ട്രുമെന്റ് ആവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നൈരന്തര്യമാണ്. പക്ഷെ ഞാനും ചോദിച്ചാണ് അടുത്ത് കാലിഫോർണിയക്ക് ഒരു സെക്കൻഡ് പാർട്ട് നന്നായിട്ട് പോകും. കാര്യം ഒരു ആട് 2, 3 പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സെക്കൻഡ് പാർട്ടിന് പ്രതീക്ഷ അത്ര ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമയില്. ആ ഒരു തരം സിനിമ എന്ന് പറയുന്നത് കാലിഫോർണിയ കഴിഞ്ഞിട്ടാണ് ആട് വരുന്നത്. അപ്പോ ആട് അന്ന് തിയേറ്ററിൽ പോയില്ല, പക്ഷെ ആട് 2 ബിക്കേം ബിഗ് ഹിറ്റ്. കാരണം ആ ഒരു സ്റ്റൈലിംഗ് ഒരു റിയൽ കമേഴ്സ്യൽ സിനിമയുടെ സ്റ്റൈലിംഗ് ആണ്. നമുക്കൊരു പല പാരലൽ ട്രാക്കുകളെ വെച്ചിട്ട് ലാസ്റ്റ് ഇത് കൊണ്ടുപോയി അതിന് ഒരുമിപ്പിക്കുക. കാലിഫോർണിയയിൽ 10ഓളം ട്രാക്കുകളുണ്ട്, പല പല ക്യാരക്ടേഴ്സിന്. ഇതെല്ലാം കൊണ്ടുവച്ച് ഒരു ക്ലൈമാക്സിൽ കൊണ്ടുവച്ച് അതായിരുന്നു അതിലെ ഫൺ, അതിലെ രസം അതായിരുന്നു എഴുത്തിൽ.
അനുവേണ്ട അതുപോലെ ഇപ്പൊ ലാലേട്ടന് വേണ്ടി ചെയ്യാൻ പടം ഇപ്പൊ ലാലേട്ടൻ തലമുറയുടെ പറഞ്ഞിട്ടുള്ള വീശിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് താരക്കേത്. അപ്പം ചേട്ടൻ സിനിമയിൽ എങ്ങനെയായിരിക്കും ലാലേട്ടൻ? അല്ല, അതിനെക്കുറിച്ച് വളരെ എന്താണ് ഏർലിയാണ് അത് എങ്ങനെയായിരിക്കും എന്ന് പറയാം. അതിനൊരു കറക്റ്റ് പ്രൊഡക്ഷൻ വന്നാലേ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. അതിനകത്ത് ഉണ്ടായിരുന്നൊരു പ്രൊഡക്ഷൻ അത് വർക്കായില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അതിന് നിലനിൽപ്പുണ്ട്. അത് കൂടുതലും എന്റെ ശാഠ്യമാണ്. അപ്പൊ ആ ശാഠ്യം ആ പടത്തിന് നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടനും പറയുന്നത് അതാണ്, കറക്റ്റ് അത് വരട്ടെ ആസ് എ പ്രൊഡ്യൂസർ. അങ്ങനെ പ്രൊഡ്യൂസർ വന്നാലേ ആ സിനിമ സംഭവിക്കുള്ളൂ. ഓടി പിടിച്ചേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് തൽക്കാലം വിട്ടുപോകാനുള്ള സിനിമകളുണ്ട്. അതിൽ കൂടെ ഞാനും പോകും. അപ്പൊ ഏറ്റവും നല്ല, ഏറ്റവും ഹാപ്പി ആവുന്ന, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ആ ഹോൾ പ്രൊഡക്ഷൻ ഹാപ്പി ആവുന്ന ഒരു സ്പേസിൽ മാത്രമേ ആ സിനിമ സംഭവിക്കൂ. ഈ വർഷം ചിലപ്പോൾ നടക്കാം, അടുത്ത വർഷമായിരിക്കും. എവറിത്തിങ് ഇസ് എന്താ പറയുക, റോസി ആൻഡ് ഹാപ്പി. ഇന്നിപ്പം നമ്മുടെ മീഡിയയിലുള്ള ഉപഭോക്താക്കളുടെ ആയിരിക്കണം മീഡിയ ലൈഫിലേക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുന്ന ഒരു സ്റ്റേഡിയം വരും. നമുക്കറിയാം ഇപ്പൊ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗും അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് സെറ്റ് ലൈഫും വേറെ വ്യക്തികളാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമാറ്റിക് ലൈഫ്? ആദ്യത്തെ നല്ല നല്ല ചോദ്യങ്ങൾ, നല്ല ഇന്റർവ്യൂ അമ്മയെ തെളിഞ്ഞെന്ന് പറഞ്ഞേക്ക്. നേരത്തെ ചോദ്യത്തിൽ ഉത്തരവുണ്ട്. ഞാൻ മുമ്പും പറയാനുള്ള കാര്യമാണ്, ഇന്റർവ്യൂ പറഞ്ഞത് ചോദിക്കാനാണ് കുറെ കൂടി എളുപ്പം എന്നുള്ള കാര്യം. കാരണം നമുക്ക് ഇതെങ്ങനെ പോകണം, ഇതെങ്ങനെ ഇത് ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ചൊരു ധാരണ ഉണ്ടാവും. ഈ ചോദ്യം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതും ആ മറുപടികളിൽ നിന്ന് എങ്ങനെയാണ് സബ് ക്വസ്റ്റ്യൻസ് പോകണമെന്നുള്ളതും നമുക്കൊരു ധാരണ ഉണ്ടാവും. ഉത്തരങ്ങൾ പറയുന്നവർക്ക് പറ്റില്ല എന്നുള്ളത്. കാരണം ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം പോകണം എന്നുള്ളത്, ഇതെങ്ങനെ വേണമെങ്കിലും മാറിപ്പോകണം, തിരിച്ചിരിക്കുക എന്നുള്ളത് ഒരുപാട് എളുപ്പം അവിടെ ഇരിക്കാനാണ് എന്നുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു ഗുണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മറ്റു നമ്മൾ ചോദിക്കാൻ സിനിമയെ കുറിച്ചാണെങ്കിലും ആ സിനിമയുടെ കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഏറ്റവും ഒരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലുണ്ടാവും. എന്തിനാണ് ഉത്തരം കിട്ടാനുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇത് പോയിരുന്നത് എന്നുള്ളതിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവില്ല. ഇപ്പൊ എന്നോട് നേരത്തെ ചോദിച്ചാൽ അതാണ് യാഥാർത്ഥ്യം. ഈ സിനിമയുടെ അകത്ത് നിൽക്കുമ്പോഴാണ് എങ്ങനെയായിരുന്നു ഇവർക്ക് മുൻപ് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരം പറയുമ്പോൾ എത്രത്തോളം അതിന് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. ആ പ്രയാസം ഒരു സിനിമയിലൂടെ നീളമുണ്ട്, ലൊക്കേഷനിലൂടെ നീളമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പ്രയാസത്തെ ഇല്ലാതെ ആക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾ അനുവായിട്ട് ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ പലപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്നുള്ളത്. ബുദ്ധിമുട്ട് നേരെ അവർക്കാണ്. കാരണം അവർ അത്രയും വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ ആക്കിയെടുക്കുന്നത് വർഷങ്ങൾ കൊണ്ടാണ്. നമ്മൾ എന്ത് കയറി വരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കല്ല, അവർക്കാണ്. കാരണം അവർ പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് വരണം. നമുക്ക് അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി ആ പ്രയാസത്തെ കുറച്ചുകൂടി അനായാസമാക്കുന്നത് അവർക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ സഹകരിക്കുന്നതോടുകൂടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിപ്പം നേരത്തെ ഷെയർ തുടക്കത്തിൽ പരിചയപ്പെടുത്തു പോകുന്നത് ആദ്യത്തെ സീൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴും പറയാറുണ്ട് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ സിനിമയിൽ ഒരു ലൊക്കേഷനിൽ ആദ്യം തന്നെ വഹിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ആദ്യം കിട്ടിയത്. അപ്പോ അതിനുവേണ്ട കൂടിയായിരുന്നു തുടക്കത്തിൽ സീൻസ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂവിലാണെങ്കിലും നമ്മൾ ചോദിച്ചു കേട്ടുള്ളതാണ്, സീനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ 1-2 നമ്പറുകൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്നുള്ള രീതിയിലേക്ക് ഇത് ആക്ച്വലി വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ്. ഞാൻ കുറെ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ സീൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ ടേക്കിന് ശേഷം അതിനോട് വന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നമ്മുടെ പ്രൊഫൈൽ കാര്യത്തിലാണെങ്കിൽ ഓക്കെ. അപ്പൊ അവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു പുതുവത്തിനൊപ്പം ചെയ്യുന്നതിന്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊരു സൈഡിലുണ്ട്. അതും അതിനപ്പുറത്തേക്ക് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മളെ ഏറ്റവും ബെറ്റർ ആക്കാനൊപ്പം നിർത്താനാണെന്നാണ്. അപ്പോ ഇതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇപ്പൊ ഒരു സിനിമ 13-ാം തീയതി എത്തുന്നു, നമുക്ക് മുന്നൊരു വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചു കൊടുക്കുന്നത്. അതേ ഫെബ്രുവരി 13 ഒരു വെള്ളിയാഴ്ച സിനിമ എത്തുമ്പോൾ ആ സിനിമ റിലീസ് ആവുന്നേക്കാൾ മുമ്പ് കിട്ടുന്ന വലിയൊരു ആത്മസംതൃപ്തി ഉണ്ട്. അത് ഈ സമയങ്ങളോട് പോയപ്പോഴായിരുന്നു. അത് പറയാതെ വയ്യ, അത് വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. മൂന്ന് പേരെ ക്വസ്റ്റ്യൻസ് അജീഷ് ചോദിച്ചോ? ഈ ചോദിക്കാതിരിക്കാൻ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ പ്രീവിയസ് പ്രൊമോഷനുകൾ പറഞ്ഞു, അനൂപേനെ കുറിച്ച് പറഞ്ഞു. ഭയങ്കര എൻസൈക്ലോപീഡിയാണ് അനൂപേട്ടൻ. സിനിമയെ കുറിച്ച് അറിയാം, എന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാം,
ഭയങ്കര ഓവറയാണ്, ഒരു ആപ്പിൾ പോലെയാണ് അനുവേടനെ. അത് ക്യാരി ചെയ്യുന്ന ഇഷ്ടമാണ്, അത് ഭയങ്കര ഫീലാണ്, ഒരു വലിയ ആരാധന. എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറഞ്ഞത്? അതിന് തന്നെയല്ലേ ഉത്തരം. നമ്മൾ ആപ്പിൾ ഫ്രൂട്ട്സിൽ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ കാണുന്നത് നമ്മൾ വളരെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം അതിന്റെ ഞാൻ മുമ്പേ അനുവേണ്ടോട് എന്ത് പറയുക സാർ, സിനിമയിൽ വരുന്നതിന് മുമ്പ് അനുവേണ്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടെ എന്താ പറയാ, ഭയങ്കര ഫിഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര കോണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്. അപ്പൊ നമുക്കതിന്റെ ലുക്ക് കൊണ്ടും എപ്പോഴും അനുവേണ്ടി കാണുന്നതാണ്. സെറ്റിൽ വരുമ്പോഴും ലൊക്കേഷൻ വരുമ്പോഴാണെങ്കിലും നമുക്ക് ആ വരുന്നൊരു സമയത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, നമുക്ക് ആ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാഴ്ചയും അതിനപ്പുറത്തേക്ക് നമുക്ക് ആക്ടറായിട്ടും റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടും ഒരു സിനിമയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ അതിന്റെ സമസ്ത മേഖലയിലും കൈവയ്ക്കുകയും അതിന്റെ കൈമുദ്ര പതിപ്പിച്ചുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരാളിലെ കൃത്യമായിട്ട് ഒരു എൻസൈക്ലോപീഡിയയാണ്. അത് സിനിമയെ മേക്കിങ്ങിൽ മാത്രമല്ല, ഒരു സിനിമയെ കുറിച്ച്, മലയാള സിനിമയായിക്കോട്ടെ, സിനിമയെ ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളായിക്കോട്ടെ, നമുക്ക് ചുറ്റും നടക്കുന്ന സമുദായ വിഷയങ്ങളായിക്കോട്ടെ, എന്ത് ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണ്. തരുന്നത്ര പ്രശ്നങ്ങളാണ് ഇരിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നടക്കുന്ന എന്ത് വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിലും അടുത്തൊരു സെക്കൻഡിലോട്ട് പോകാതെ ഉത്തരം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അറ്റൻഡായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ആങ്കറായിട്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കാനായിട്ട് ഒരു കാര്യത്തിൽ പഠിക്കുന്നുണ്ടാവുക, ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, എന്ത് ചോദ്യം മുൻകൂട്ടി അറിയില്ല. അപ്പൊ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പിടിയായിരുന്നു എനിക്ക് ആപ്പിളായിരുന്നു അത് എക്സ്പീരിയൻസ് ഞാൻ എന്തെല്ലാം മുടക്കിയിട്ടാണ് അതൊക്കെ പറയുന്നത് നല്ല നിശ്ചയത്താണ്. ഇത് ഇപ്പൊ പറഞ്ഞത് ഇതൊക്കെ ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുന്നത്. ഉദ്ദേശിച്ചതൊന്നുമല്ല. അതായത് ഇയാൾ ഒരു പണിയും ചെയ്യില്ല, ഫ്രിഡ്ജിനകത്ത് വെച്ച ആപ്പ് ഇയാളെ വെയിലത്ത് വർക്ക് ചെയ്യില്ല, ഇയാൾ നേരത്തെ പറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ ചെയ്യില്ല, ഇയാളുടെ സൗകര്യമുള്ള രീതിയിൽ ഇയാൾ ഏതോ ഫ്രിഡ്ജിനകത്ത് വെച്ച ആപ്പ് അതിൽ തിരുത്തി നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു ആപ്പിൾ കഴിച്ച് നമ്മൾ ഭയങ്കര എനർജി വരും. എന്നതുപോലെ നമുക്ക് സെറ്റില് ഭയങ്കരമായിട്ട് എങ്ങനെ സീൻ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള ടെൻഷന്റെ ഇടയ്ക്ക് ആപ്പിൾ, അതായത് അനുഭവമായിട്ട് പ്രൊസസ് ഉണ്ടെങ്കിൽ ആപ്പിൾ കഴിച്ചു പോകും. സിനിമയില് അഭിനയിച്ചു, വർഷം ലാലേട്ടനെ പോയി കഴിഞ്ഞാൽ തൊഴിൽവരാണെങ്കിലും സെൽഫ് റോൾ ചെയ്ത് പല ആർട്ടിസ്റ്റുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അനുപേട്ട ഇത്രയും സിനിമയിൽ അഭിനയിച്ചു. അനുപേട്ട് സെൽഫ് റോൾ അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് ഏതൊരു സിനിമയിലെ ഡയലോഗോ അല്ലെങ്കിൽ പറയുന്ന സിറ്റുവേഷനോ ഇനിയുള്ള സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്റെ സിനിമകളോ, ഞാൻ പല സിനിമകളും എന്റെ സിനിമകളിൽ മുഴുവൻ കണ്ടിട്ടില്ല. എനിക്കിത് ഈ ഹീറോയിലെ ഡയലോഗ് അത് വളരെ എന്നോട് പലരും ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒട്ടും ആക്റ്റീവ് അല്ലാത്തതാണ്. അപ്പൊ എന്നോട് പലരും കുറെ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ടീമുണ്ട്, രാജ്, ബിന്ദു, അവരുടെ ചോദിച്ചിട്ടുള്ള സംഭവം അപ്പോഴാണ് എനിക്ക് അയച്ചു തരുന്നത്, ഇത് അതിലെ ഡയലോഗ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ. എനിക്കത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഒന്ന്, ഞാൻ ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇൻ ഫിലിംസ് അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൈമറിലി ഒരു റൈറ്ററാണ്. റൈറ്റിംഗ് അതിന് ടെക്നിക്കലി ആസ് എ ഡയറക്ടർ, ആസ് എ റൈറ്ററാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്നത് ഒരു സിനിമയിൽ, അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം. ഇത് മറ്റൊരു പ്രൊഫഷനും ഇത്രയധികം പൈസ തരില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ടിംഗിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇത് വളരെ മുന്നേ ഞാനും ജയനും ഒരുമിച്ച് സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞിട്ട് ഇത് നിർത്താം. കാരണം വെച്ചാൽ നിനക്ക് വേറെ പടം കുറെ നീ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സോ ലെറ്റ് സ്റ്റോപ്പ് ദിസ്, ലെറ്റ് മീ ഡു സം ഫിലിംസ് സോ ദാറ്റ് അടുക്കളയിൽ അരി വേവണ്ടേ, അപ്പൊ അത് വേവണമെങ്കിൽ അഭിനയിക്കണം. അതുകൊണ്ടാണ് പ്രധാനമായും ഒട്ടും പൊളിറ്റിക്കൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എന്റെ കൂടെ വന്ന എന്റെ ആക്ടേഴ്സിന് പാഷനാണ്, നിങ്ങളുടെ ജീവവായുവാണ്, ജീവരക്തമാണ് അഭിനയം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഏറ്റവും മിനിസ്ക്യൂൾ അല്ലെങ്കിൽ ഇൻകോൺസിക്വൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏറ്റവും ചെറിയ ഭാഗം ആണ് ഒരു ആക്ടർ എന്ന് പറയുന്നത്. ഈസ് ആസ് ഗുഡ് ആസ് ദ ഡയറക്ടർ ഓഫ് ദ റൈറ്റിംഗ്, പ്രൈമറിലി ദ റൈറ്റിംഗ്. അയാൾ എഴുതി വെക്കുന്ന കഥാപാത്രം, അയാള് സ്വരുക്കൂട്ടുന്ന ഒരു ബോഡി ലാംഗ്വേജ്,
ഡിഫറൻസും ഇല്ലെങ്കിൽ ഒരു ആക്ടർ എല്ലാം ഒരുപോലെ ഇരിക്കും. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പോ വിക്രമാദിത്യ പോലീസ് ഓഫീസറാണോ ട്രാഫിക്കിലെ അല്ലെങ്കിൽ ട്രാഫിക്കിലെയാണോ ഇതെന്ന് തനിനിറത്തിലും ചോദിച്ചാൽ അത് ആ ബോഡി നമ്മുടെ ടെക്സ്റ്റൽ ബോഡിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നനുസരിച്ച് ഇരിക്കുന്ന ഏതൊരു ആക്ടർക്കും അത് തന്നെയാണ്. അപ്പോ മോൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഞാൻ അതത്ര എന്റെ പ്രൈമറി ഇൻട്രസ്റ്റ് അവിടെയല്ല. പ്രൈമറി ഇൻട്രസ്റ്റ് എനിക്ക് റൈറ്റിംഗ്, അതും പിന്നെ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് നേരത്തെ ഇൻസെന്റ് പറഞ്ഞ പോലെ അമ്പിളി അമ്മാവാ നമ്മുടെ കുമ്പിളി എന്തെങ്കിലും ഉണ്ടോ വല്ല ചിക്കനോ അത് കിട്ടോ പറഞ്ഞതുപോലെ ഇത് ഭക്ഷണം അല്ലെങ്കിൽ അടുക്കള തീ പകരാനും പടരാനുമുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. അതാണ് സത്യം. ചെറിയ കാര്യമല്ല. ഇപ്പൊ പല ആക്ടേഴ്സും ഭയങ്കരമായിട്ട് പാഷനാണ് പറയുന്നത്. വാസ്തവത്തിൽ അതിനുവേണ്ടിക്ക് നമ്മൾ കരുതുന്നവരുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ സർ പാഷൻ മാത്രമാണെങ്കിൽ പൈസ കുറച്ച് അഭിനയിച്ചു അതാണ് അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരു പറയാവുന്നല്ലോ. ഒന്നുമല്ല, ഇത് ആക്ടർ എന്ന രീതിയിൽ ആക്ടറിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഓഫ്കോഴ്സ് ഒരു സംവിധായകനും ഈ തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ കിട്ടില്ല. ആൾക്കാരെ തിരിച്ചറിയില്ല, വളരെ കുറവാണ്. പൈസയും വളരെ കുറവാണ്. ഇപ്പോഴാണ് കുറച്ചൊരു മേബി 2010 ശേഷമാണ് തിരക്കഥാകൃതികൾക്ക് നല്ല പൈസ കിട്ടിത്തുടങ്ങിയത്. അതിന് മുന്നത്തെ ആൾക്കാരെ നോക്കി വളരെ ബ്യൂട്ടിഫുൾ എക്സസൈസ് ആണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. പ്രഗത്ഭർക്ക് അവരുടെ അന്ത്യമൊക്കെ വളരെ ഈവൻ മെഡിക്കൽ ബിൽസ് കൊടുക്കാനില്ലാതെ പോലും ആയിരുന്നു. ആ നോബിയൊക്കെ എന്തുമാത്രം പൈസ വെച്ചിട്ടാണ് എണ്ണി തീർന്നിട്ടില്ല. അതുകൊണ്ട് സിനിമകളുടെ ഒരു പ്രത്യേകിച്ച് പാട്ടുകൾ ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. അപ്പൊ അതൊക്കെ പാടുകളൊക്കെ വരികൾ കിട്ടുന്ന ലെവലിലുള്ള പാട്ടുകൾ. അപ്പം എന്റെ സിനിമകളിലെ പാട്ടുകൾ എപ്പോഴും എന്താതൊരു കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന്റെ എന്റെ ഇതുണ്ടാവണം എന്നൊരു ഇതുണ്ടാവുന്നതാണ്. എന്റെ എല്ലാ സിനിമകൾക്കും അത് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ പാട്ടുകൾ എനിക്കറിയില്ല. ഈ പാട്ടുകൾ അത് ഉരുവം കൊണ്ടോന്നും എനിക്കറിയില്ല. ചില സിനിമകൾ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പാട്ടുകൾ നല്ലതാവണം. പ്രത്യേകിച്ച് ഞാൻ എഴുതുന്ന സിനിമകളിലെയും ഡയറക്ട് ചെയ്യുന്ന സിനിമകളിലെയും ഉറപ്പായിട്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഗീതം എന്ന് പറയുന്നത്. നോബി പഠിച്ചിട്ടുള്ള അത്ര ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് നിങ്ങളൊക്കെ മിണ്ടായിരുന്നു മക്കളെ, നിങ്ങളൊക്കെ ജേർണലിസ്റ്റ് എന്തെങ്കിലും പറയണം. വീഡിയോ എടുക്കുന്ന നിങ്ങളൊരു കോമ്പിനേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് രണ്ടുപേരും പറയുന്ന കൗണ്ടേഴ്സ് ഇഷ്ടപ്പെട്ട ഒരുപാടാണല്ലോ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും പിന്നെ ഒന്നിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ ഒരു പരിപാടിയാണല്ലോ സെറ്റിൽ, അതായത് ഷൂട്ടിന് ഒന്നിക്കുന്ന ഒരു പരിപാടി. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ സ്റ്റേജിലായാലും മീഡിയയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലും അവർക്ക് തമ്മത്തിന് എപ്പോഴും കണ്ടാലും പഴയതുപോലെ തോന്നുന്നു. ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ആദ്യം കുറെ തമാശകൾ കാണും, അതിൽ കുറെ തമാശകൾ, അത് ചിരിക്കുകയാണ് എന്റെ ജോലി. ഞാൻ വരുമ്പോ സഞ്ജയിൽ കുറെ തമാശ കൊണ്ടുപോയി. സിനിമയിൽ എത്രത്തോളം നിങ്ങൾ രണ്ടുപേരുള്ള കോമഡീസ് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്? എത്രത്തോളം പ്രതീക്ഷിക്കാൻ ഒരു കടുക് മണിയോ രണ്ടർത്ഥമുണ്ട്. ത്രില്ലർ പടമല്ലേ, അവൻ കോമഡി ആക്കാൻ പറ്റും. അതെ, കോമഡി ഉണ്ടാവും കാരണം എല്ലാം വായിച്ചാണ്. ഈ പാട്ട് രണ്ടുപേരും പാടാൻ വേണ്ടി അനുസാറിനടുത്ത് പറഞ്ഞു. പക്ഷെ ഞാനൊരു പാട്ടിലെ രംഗം കണ്ടാണ് എനിക്ക് കൂടുതൽ അനുസാറിന്റെ അടുത്തുള്ളൊരു ഇഷ്ടം തോന്നിയത്. അതെപ്പോഴും ഞാൻ പാടിക്കൊണ്ട് നടക്കുന്ന പാടാം. പാതിമായും ചന്ദ്രലേഖേ നോവറിഞ്ഞും മെയ്മെറിഞ്ഞും പ്രാവോ നീ തെളിയോ
നെഞ്ചിലേതോ ലാലലാലം എന്തിനീ സാന്ദ്രമാം പാതിമായും ചന്ദ്രലേഖേ എവിടെ രണ്ടുപേരും പാടുന്ന സമയത്ത് ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ വരാം, വരിയിലും ടൂറിലൊക്കെ. എന്നാലും ആ പാട്ടിന്റെ ഇഷ്ടം ആണ് കൂടുതലും. സാറിന്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് വരെ ആഗ്രഹിച്ചത്, അതുകൊണ്ട് സാധിച്ചു. പിന്നെ നോബി ഒരു പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചാൽ നോബി ഏറ്റവും കൂടുതൽ സംഗീതം പഠിച്ചിട്ടുണ്ട്. കൂടുതൽ നോബി പാടുന്നത് 6-ാം നമ്പറിലെ സോങ്ങാണ്. അതിൽ ആ സോങ്ങിന്റെ നീട്ടൊക്കെ എടുത്തിട്ട് നോബി എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് റൂമിൽ പോയി ശ്വാസം അല്ല, എടുത്തു വെച്ചിട്ട് വീട്ടിൽ പോയി വന്നാലും ആ നീട്ട് അങ്ങനെ പാടാം. അല്ല, ഈ പാട്ട് ഇവിടെ വെച്ച് പാടാൻ സാധിച്ചു. അല്ല, സാർ ക്ഷമിക്കണം. തെറ്റൊന്നുമല്ല. അത് ഇത് ഭയങ്കര പുതുതാണ്. കാരണം വെച്ചാൽ എല്ലാവരും എന്റെ സിനിമകളിലെ പാട്ടെന്ന് പറയുമ്പോൾ കിളികൾ പറന്നു പറയും, എന്റെ രാമഴയിൽ പറയും. ഇത് ആദ്യമായിട്ടാണ് ഒരാള് ഈ പാട്ടിനെ കുറിച്ച്. അത് ആക്ച്വലി ഈ പാട്ട് ഈ സിനിമയ്ക്കാണ് ഉണ്ടാക്കിയത്. ഇത് ചക്രം എന്ന് പറയുന്ന ലാലേട്ടനും ദിലീപേട്ടനും കൂടെ ചെയ്യേണ്ട പടത്തിന് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രമായി സംവിധാനം ചെയ്ത പാട്ടാണ്. അത് ഞങ്ങൾ വാങ്ങിക്കായിരുന്നു ഈ പാട്ടിന് വേണ്ടി. അതിന്റെ രസം അത് ആ പാട്ട് നമ്മുടെ പല സിനിമ ആ പടത്തിന് നമുക്ക് ഈ പാട്ട് ഷൂട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു പാട്ട് പ്രത്യേകിച്ചും മാഷിന്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് വെറും 6 മണിക്കൂർ. 6 മണിക്കൂറിലാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തത്. മിനിമം 3 ദിവസം നമുക്കുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്യാവും. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നും. പക്ഷെ നമ്മൾ 6 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി, സിനിമയുടെ സാമ്പത്തിക സ്ഥിതികളാണ്. 6 മണിക്കൂറിലാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ പടത്തിൽ 6 മണിക്കൂറിൽ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രോഹനും അനക്കെയുള്ള ഒരു പാട്ട് നമ്മൾ 6 മണിക്കൂറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പാട്ട് അല്ലേ? അതൊക്കെയാണ് ഒരു രസം. സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കൃത്യമായ വർക്കിംഗ് അവേഴ്സ് ഒന്നും ഇല്ലാത്ത നമുക്ക് എത്ര പെട്ടെന്ന് പ്രൊഡ്യൂസറിനെ വെച്ച് എത്ര പെട്ടെന്ന് സിനിമ തീർക്കാന്നുള്ളതാണ്. അപ്പൊ കഴിവണായെന്ന് പറഞ്ഞാൽ തീർക്കാന്നുള്ളതാണ്. അപ്പം വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ കൃത്യമില്ല. 10-13 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തു. അപ്പം കൃത്യ അത് ഇടപെട്ട് ഇപ്പം 4 മുതൽ 12 മണിക്കൂർ ആണ് ഒരു നോർമൽ വർക്കിംഗ് ടൈം അവേഴ്സ് പോലെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ അനുവേട്ടൻ ഒരു ഡയറക്ടർ പ്രൊഡ്യൂസറാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എങ്ങനെ നോക്കുന്നത്? ഈ ഒരു വർക്കിംഗ് അവേഴ്സ് 12 മണിക്കൂർ മാത്രം എന്നുള്ള വരുമ്പോൾ അല്ല, ഇതിനെ 2 തരത്തിലാണ് കാണുന്നത്. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം 12 hours എന്ന് പറയുന്നത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി പ്ലാനിങ് നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകും. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ സിനിമകൾ പലപ്പോഴും സെറ്റിൽ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷെ എന്റെ സിനിമകളിൽ എനിക്ക് തോന്നുന്നത് ലോഡ്ജ് ഷൂട്ട് ചെയ്തത് 21 ദിവസം, ബ്യൂട്ടിഫുൾ ഷൂട്ട് ചെയ്ത് 19 ദിവസം, പത്മ ഷൂട്ട് ചെയ്തത് 12 ദിവസം, സിൻഡ്രല്ല എന്ന് പറഞ്ഞ സിനിമ അത് 9 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കതിന് ഒരു ജഡ്ജ്മെന്റിലായിട്ടോ ഒരു കാറ്റഗോറിക്കലായിട്ടോ പറയാൻ അറിയില്ല. കാരണം അങ്ങനെ എന്റെ സിനിമകളൊന്നും 24 മണിക്കൂർ ഷൂട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴും എനിക്കറിയാം എപ്പോ എല്ലാവരും ഒരുപാട് ഇന്നിനി വേണം എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ സിനിമകളൊക്കെ 10 ദിവസം 15 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരു വലിയ മേനിയായിട്ട് പറയുന്നതല്ല. നമുക്ക് അത്ര ഇപ്പം പത്മ എന്ന പടത്തിൽ എനിക്ക് വന്ന് 40 സീനാണ്, 2 മണിക്കൂറാണ്, 8 പാട്ടാണ് സിനിമയിൽ അല്ലെ, 7 സോങ്സ്, 7 പാട്ട്, 12 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. പത്മ അത് മതിയോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ നന്നായി എടുക്കാം. പക്ഷെ നമുക്ക് സാമ്പത്തിക ഭദ്രത എത്രയുള്ളൂ. ഇതെല്ലാം സാമ്പത്തിക ഭദ്രത അനുസരിച്ചിരിക്കും. ഇപ്പോ എന്താണ് ഒരു എക്സൽ എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു കരൺ ജോഹർ പ്രൊഡക്ഷൻസോ യഷ്ടാസ് ഫിലിംസോ ഒക്കെ വരുമ്പോൾ 12 മണിക്കൂറൊക്കെ ജോലി ചെയ്താൽ നമ്മൾ ഹാപ്പി, നമുക്ക് സന്തോഷമുള്ള കാര്യം. 12 മണിക്കൂർ ജോലി ചെയ്താൽ പറയും.
അല്ല, ഇപ്പൊ ആ ടൈമിങ്ങിൽ പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ 16 hours എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രമുഖ നടന്മാരെയാണെന്ന് അതിനകത്ത് പ്രത്യേക കോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ സെറ്റിലൊക്കെ ഈ നടന്മാർ മൂലമാണ് ഇങ്ങനെ ലേറ്റ് ആവാറ്. റൂമിൽ പോയിട്ട് ഉടനെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ. എന്റെ സെറ്റുകളിലൊന്നും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. നടന്മാര് വരാതെ വെയിറ്റ് ചെയ്യുന്ന കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊക്കെ പക്ഷെ എന്റെ സിനിമകളിലൊന്നും തന്നെ അത് വലിയ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ മമ്മൂട്ടിയോടും ലാലേട്ടനോടും സുരേഷേട്ടനോടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ വന്നിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലേറ്റ് ആയിരുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഓർമ്മയിലില്ല. എന്റെ സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടാവാം. സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് അല്ലെങ്കിൽ ആക്ടറിന് കൊടുക്കുന്ന എഗ്രിമെന്റിനകത്തുള്ളത് തന്നെയാണ് പ്രൊമോഷൻ എന്നുള്ളത്, സഹകരിക്കുക എന്നുള്ളത്. അതുകൂടെ കരുതി റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ പല ആക്ടേഴ്സും വലിയ ആക്ടേഴ്സ് ആയാലും അവർ പ്രൊമോഷൻ സമയത്ത് സഹകരിക്കുന്നില്ലെന്നും അത് പ്രൊഡ്യൂസേഴ്സിന് ലക്ഷങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആസ് എ പ്രൊഡ്യൂസർ കൂടി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കോർപ്പറേഷൻ ആക്ടേഴ്സിന്റെ ഭാഗത്ത് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ലല്ലോ. അതെ, ഇതിന് പല അടരുകളുണ്ട്. കാരണം വെച്ചാൽ ഇതിന്റെ ലെയറിംഗ് എന്ന് പറയുന്നത് എന്താണ് പ്രൊമോഷൻ? ഒരു 7 പേര് വട്ടം കൂടിയിരുന്ന് ഒരു വലിയ ചാനലിന് കൊടുക്കുന്നതാണോ ശരിക്കും ഒരു സിനിമയുടെ പ്രൊമോട്ടിംഗ് ഓഡിയോ പാരഡൈം എന്ന് പറയുന്നതാണോ? അതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനൊരു ഉത്തരവുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല സിനിമകൾക്കും ആദ്യ ദിവസം ഫുൾ ആള് വരണം ഈ പ്രൊമോട്ട് ചെയ്ത പോലെ. പല ഓൺലൈനിലും പ്രഗത്ഭരായ ഓൺലൈൻ ഇന്റർവ്യൂ കൊണ്ട് പ്രഗത്ഭരായ പല നടന്മാരുടെയും സിനിമകൾ ആദ്യ ദിവസം നിറയണമല്ലോ. അപ്പൊ അതല്ല, അതുകൊണ്ട് ഒരു സിനിമ ആ പ്രൊമോഷൻ കൊണ്ട് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊമോഷൻ കൊണ്ട് അതിനേക്കാൾ ഏറെ ഒരു സിനിമ വർക്കാവുന്ന അതിന്റെ വർത്ത് കൊണ്ടാണ്. എനിക്ക് പേഴ്സണലി ഐ ബിലീവ് പ്രൊമോഷൻ ഷുഡ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഫിലിംസ് റിലീസ്. അന്ന് വൈകുന്നേരം അത് തുടങ്ങും. മറ്റതെല്ലാവരും അറിയും ഈ പടം ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് എല്ലാവരും വിളിച്ചിട്ട് നിങ്ങളുടെ സമയം മെനക്കെടുക്കുന്ന കാര്യമില്ല, അവരുടെ സമയം. അതുപോലെ അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് കുറെ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ട് ഒരു പടം വന്ന് കാണും. പടം ട്രെയിലർ കണ്ടിട്ടാണ് ആൾക്കാർ ആദ്യം തീരുമാനിക്കുന്നത് ആ പടം കാണും എന്ന് തോന്നുന്നു. അപ്പൊ ആ ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് വർത്താനം പറയുമ്പോൾ ഓൺലൈൻ കണ്ടന്റ് കിട്ടും. നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഓൺലൈൻ കണ്ടന്റ് കിട്ടും. ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇതിപ്പോ തനിനിറം എന്ന് പറയുന്ന പടത്തിന്റെ ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ എന്താണായത്? എന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും പഴയ സിനിമകളും ലാലേട്ടന്റെ സിനിമയും ജോത്സാന്റെ സിനിമയും അങ്ങനെ കുറെ സിനിമകളുടെ കാര്യമാണ് വന്നത്. തനിനിറം നടന്നുപോയി. അപ്പൊ ഇതാണോ ശരിക്കുള്ള പ്രൊമോഷൻ? ഇറ്റ് ഇസ് നോട്ട്. ഒരു ട്രെയിലർ ഇറങ്ങി ആ ട്രെയിലറിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ പഴയ പോലെ പരമ്പരാഗതമായ രീതി ഹോർഡിങ്സും പോസ്റ്റേഴ്സും നിറഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ സംഭവത്തിൽ പലരും പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അല്ല, പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട് പോസ്റ്റേഴ്സ്. 1000 പോസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ മതിലുകളിൽ ഒട്ടിക്കപ്പെടുന്നത് 200 പോസ്റ്റേഴ്സാണ് മാക്സിമം. അതുമില്ല, എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ കെട്ടിക്കിടക്കും. സോ ആ പ്രൊമോഷനും കൂടെ നമ്മൾ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് അടലുകളുള്ള ഒരു കാര്യമാണ്. ഓഫ്കോഴ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ആദ്യത്തെ അഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ പ്രൊമോഷന് വരണം എന്നുള്ളതുണ്ട്. ഇതേ സമയം ഈ അഗ്രിമെന്റിൽ പറയുന്നില്ല ഏത് സമയത്താണ് പ്രൊമോഷൻ വരുന്നത്. നിങ്ങളുടെ സിനിമ ഇന്ന മാസമാണ് റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ആക്ടർ ജമ്മു കാശ്മീരിൽ ഷൂട്ട് ചെയ്യണം. അവിടെ 10 ദിവസം കൃത്യമായിട്ടൊരു മിലിറ്ററി ഏരിയയിൽ ഷൂട്ട് ചെയ്യുന്നു. ഈ 10 ദിവസം അയാൾക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അയാളവിടെ വേണ്ടേ? ഇവര് പറഞ്ഞ സമയത്തൊന്നും ആയിരിക്കില്ല റിലീസ് വരുന്നത്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നെ സിനിമയുടെ വേർത്തിൽ ആ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആസ് എ പ്രൊഡ്യൂസർ മാർക്കറ്റിംഗിലേക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിനിമയോട്ടിക് റിലേഷൻ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ ഉണ്ടാവുന്ന സിനിമകൾക്കെല്ലാം എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നുണ്ട്. ഈ ടൈമിൽ വേറൊരു ഷൂട്ടിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊഡ്യൂസർ ഉണ്ടോ? അത് മറ്റൊരു പ്രൊഡ്യൂസറല്ലേ? അയാളുടെ ലക്ഷങ്ങൾ മുടക്കുകയും ചെയ്യുന്നതല്ലേ? നമുക്ക് അത് ഒരുപാട് മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ആൻസറും ആയിരിക്കും ഇതിന്. There is no hard and fast rule to this. ഈ ത്രില്ലർ ജോണർ സീരീസിൽ
എല്ലാ ലാംഗ്വേജിലും സീരീസുകളും സിനിമകളും സെർച്ച് ചെയ്ത് കാണുന്ന ആൾക്കാരാണ്. അതെ. അപ്പോ നമ്മളിപ്പോ അതേപോലെ ലാസ്റ്റ് ചെയ്ത ജോണർ 21 അത് പ്രേക്ഷകര് ഭയങ്കരമായിട്ട് റിവ്യൂ പറഞ്ഞ ഹിറ്റാക്കിയ ഒരു പടമാണ്, ഗംഭീരമായ സിനിമയാണ്. അപ്പോ മലയാള സിനിമയിലെ എല്ലാവിധ റൈറ്റിംഗ് എല്ലാ മേഖലയിലും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിന് അപ്പൊ ഈ സിനിമ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ത്രിൽ കണ്ടന്റ് ഉണ്ടോ, അതോ ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടോ? അല്ല, ഇതിന്റെ കാര്യം വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോ പോസ്റ്റ് കോവിഡ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക കൊളോസൽ ഷിഫ്റ്റ് ആണ് അവർക്കുണ്ടായിട്ടുള്ളത്. കാരണം ഇവര് ഇംഗ്ലീഷിലെ എന്നല്ല സ്പാനിഷും എല്ലാ ലാംഗ്വേജിലെയും ത്രില്ലേഴ്സ് കണ്ട് ഏറ്റവും കൂടുതൽ ത്രില്ലേഴ്സ് ആണല്ലോ OTT-യിൽ വരുന്ന സാധനം. സോ ദേ നോ അവരുടെ മേക്കിംഗ് പോലും ഇപ്പൊ ഒരു സീരീസ് നമ്മുടെ അടുത്ത ഒരു സീരീസ് ഹിസ് ആൻഡ് ഹേഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് അതിഗംഭീരം അതിന് ഓരോ എപ്പിസോഡും അവർ കൊണ്ട് നിർത്തുന്ന സ്പേസ്. ഇതൊക്കെ നമ്മൾ ഓരോ സീൻ കൊണ്ട് നിർത്താൻ നമ്മുടെ ത്രില്ലർ സിനിമകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന സാധനങ്ങൾ. അപ്പം ഓഡിയൻസിന് ഒരു തരത്തിൽ നമുക്കിതിനെ എന്താ പറയാ നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ ഇപ്പൊ സാധിക്കുന്നില്ല. ഓക്കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എബോവ് ആവറേജ് എന്ന് പറയുന്ന സാധനങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാനേ പറ്റും. ആ കൈൻഡ് ഓഫ് മേക്കിങ്ങിലും ആ കൈൻഡ് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസിലുമാണ് ഇന്ന് നമ്മുടെ ഓഡിയൻസ് നിൽക്കുന്നത്. അത്രമാത്രം അവർ കാണുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെയുള്ള സീരീസ് എന്ന് പറയുന്നത് അത് യൂറോപ്യൻ ആയിക്കോട്ടെ, കൊറിയൻ ആയിക്കോട്ടെ, അമേരിക്കൻ ആയിക്കോട്ടെ, എല്ലാം നമ്മളെക്കാളും വളരെ ഹൈ ടോപ്പ് നോച്ച് തോട്ടുകളിൽ നിന്നുണ്ടാവുന്നു. ആസ് യു സെഡ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ തിരഞ്ഞെടുക്കും? നമ്മളുടെ ടേബിളിൽ വരുന്നത് ഏത് ബെറ്റർ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാനേ പറ്റും. പിന്നെ ആസ് എ സെഡ് ഏർലിയർ നമ്മൾ ആ സമയത്ത് ഈ കൺസപ്ഷൻ സ്റ്റേജിൽ കണ്ടന്റ് ചെയ്യുന്നതായിരിക്കില്ല പിന്നീട് വരുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ വളരെ നന്നാവാം, ചിലപ്പോൾ വളരെ മോശമാവും, ചിലപ്പോൾ ആവറേജ് ലെവലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിരായുധരൻ ആസ് ആക്ടേഴ്സ് നമ്മൾ ഹെൽപ്ലെസ്. അനുവിട്ട് അതേപോലെ ഇപ്പം ഒരു 1-2 പടങ്ങൾ വിജയിക്കുമ്പോൾ തന്നെ അവരുടെ റെമ്യൂണറേഷൻ സാലറി ഭയങ്കരമായിട്ട് ഭീമമായ തുക ഇപ്പോ നിലവിൽ ആൾക്കാർ പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ തന്നെ ഈ അടുത്ത കാലത്താണ് കോടികൾ മേടിക്കാൻ തുടങ്ങിയെന്ന് പ്രൊഡ്യൂസേഴ്സും പറയുന്നുണ്ട്. അപ്പം ഇപ്പം വരുന്ന പുതിയ ജനറേഷൻ ആൾക്കാർ 1-2 പടം ഹിറ്റ് ആകുമ്പോൾ തന്നെ ഭീമമായ തുക ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അനുവേട്ടൻ? അങ്ങനെ നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ, ഒരു പലചരക്ക് കടയിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ഇട്ടുണ്ട്, വെണ്ടയ്ക്ക, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരു വഴുതനങ്ങ, ഒരു പാവയ്ക്ക. പാവയ്ക്ക് ഭയങ്കര വിലയാണ്. പാവയ്ക്ക് 100 രൂപ, വഴുതനയ്ക്ക് 20 രൂപ. നിങ്ങൾക്ക് ഓപ്ഷനുള്ള വഴുതനയ്ക്ക് എടുക്കാൻ. നിങ്ങൾ 100 രൂപയുടെ എടുക്കുന്നുണ്ടെങ്കിൽ ആ പാവയ്ക്ക് വറുത്തുള്ളതെന്ന് തോന്നുന്നുണ്ട്. കൊടുക്കണ്ടേ? കൊടുക്കാനെന്തോടെ? 10 രൂപ 20 രൂപ എടുക്കുന്നുണ്ടോ? ഇല്ല. എന്താ? ആ 100 രൂപ എടുത്താൽ ചിലപ്പോൾ 150 ആയേക്കാം. അപ്പുറത്തെ കടയിൽ കൊണ്ട് വിറ്റാൽ 150 ആയേക്കാം എന്നുള്ള തോട്ടമാണ്. അല്ലെങ്കിൽ കൊടുക്കണ്ട. ആരും അവരുടെ വീട്ടിൽ പോയിട്ട് എടാ എനിക്ക് 10 കോടി തരാം എന്ന് പറയുന്നില്ലല്ലോ. അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അതിന് മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മാറ്റത്തേക്ക് ഇത് വേണ്ടെന്ന് പറയും. നീ പാവയ്ക്ക് എടുക്കോ? ആദ്യം അതെടുക്കാൻ പഠിക്കും. എന്തുകൊണ്ട് ഫെബ്രുവരി 13? നീ സിനിമയിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്നൊരു ഇന്റർവ്യൂ ആണെന്നല്ല വന്നത്. ഏതെങ്കിലും ഒരു ഡയറക്ടറോ ആരെങ്കിലും ഒരു സിനിമയില് അതല്ലേ അതിന്റെ ആത്യന്തികമായ മോഹം എന്താണ്? സിനിമയിൽ എന്താണെന്ന് എന്താ ചോദ്യം? ഫെബ്രുവരി 13 എന്തുകൊണ്ട്? ഫെബ്രുവരി 13 വലിയ വലിയ മറ്റു റിലീസുകൾ ഇല്ലാത്തൊരു വെള്ളിയാഴ്ച. 14 പ്രത്യേകത വാലന്റൈൻസ് ഡേക്ക്. അതെ, വാലന്റൈൻസ് ഡേക്ക് ഒരു ത്രില്ലർ പടമല്ല. തലേ ദിവസം റിലീസ്, ഈ നാളെ
ബലൂൺ മഞ്ജുകൂടെ എല്ലാരും കാണുമ്പോ അല്ല സിംഗിൾസ് എല്ലാവരും കാണും. അതാ നീ ആ ഫോണിലൊക്കെ എത്രമാത്രം നോക്കുന്നു? ഞാൻ വീഡിയോ എടുക്കുക. അതോ നീ സ്വയം സെൽഫി തന്നെ നല്ല കണ്ടോ? ശരി, അടുത്തത് ഞങ്ങളിത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നോബി ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ജേർണലിസ്റ്റ് അസോസിയേഷൻ എന്ന് വിളിക്കാനും ആ ചോദിക്കുന്നു. നീ തന്നെ അനുവേണ്ട കുറെ കിടിലൻ സ്ക്രിപ്റ്റ്സ് ഒക്കെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം മലയാളി പ്രഷർ ഒരുപാട് മാറിയിട്ടുണ്ട്. അനുവേണ്ട ആക്ച്വലി ഒരു ലോ മീൻസ് അഡ്വക്കേറ്റ് ആണല്ലോ. അപ്പോ നോർമൽ ഓഡിയൻസ് അല്ലെ നമ്മൾ മലയാളികൾക്ക് അറിയാത്ത അല്ലെങ്കിൽ പലർക്കും അറിയാത്ത കുറെ നിയമവശങ്ങളെ പറ്റി അനുവേട്ടൻ അറിയാലോ. അപ്പൊ ആ നിയമങ്ങൾ വെച്ച് ഒരു നല്ല കഥയും കഥാപാത്രങ്ങളും സൃഷ്ടിച്ച് നല്ലൊരു കിടിലൻ സിനിമ, മലയാള പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലൻ സിനിമ അനുവേട്ട ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്റെ ചോദ്യം. വേണ്ടി പറഞ്ഞേക്കും. ഇതിനിടയ്ക്ക് ഇങ്ങനെ അനുവേട്ട പോസ്റ്റ് ചെയ്തൊരു പിക്ചർ ഞാൻ കണ്ടായിരുന്നു ഈ അഡ്വക്കേറ്റിന്റെ. അപ്പൊ അത് കണ്ടപ്പോ അങ്ങോട്ടേക്ക് ചോദിക്കണം. മോനെ ആ പിക്ചർ പോസ്റ്റ് ചെയ്യുമ്പോ ഇതൊക്കെ പിക്ചർ പോസ്റ്റ് ചെയ്യുന്ന എന്റെ അഡ്മിൻസ് ആണ് ബാക്കിയിരിക്കുന്ന കക്ഷികൾ. അപ്പം ഇവര് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും വക്കീൽ വേഷം ഏതെങ്കിലും. അപ്പം എന്ത് ചെയ്യുന്നത് വരും ആരെന്നറിയാമോ? വീണ്ടും പുതുമുഖങ്ങൾ വരും. അവരാണ് കൂടുതലും പറയാറ്. ഈ 100 സിനിമ അന്വേഷിച്ചില് എനിക്ക് തോന്നുന്ന ഒരു 5 or 6 ഉള്ളൂ മെയിൻ ഡയറക്ടേഴ്സിനോട് ഞാൻ അന്വേഷിച്ചത്. ബാക്കി 95% ആണല്ലേ? അതെ 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 കറക്റ്റ്. റൈറ്റ് റൈറ്റ്. അങ്ങനെ അങ്ങനെ കാണിക്കുന്നത് അവന്റെ ചിരി കണ്ട ഇവന്റെ തനി നിറം നമ്മളിതിൽ വെളിവാക്കി. ഈ നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിലെ കരാളമായ ഹൃദയം. അവന് എത്ര അവൻ ബേസിക്കലി ഭയങ്കര രസനല്ലാണ്. അവൻ വളരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കോസ്റ്റാഴ്സിൽ ഒരാളാണ് നോബി. ഞാൻ കാലിഫോർണിയക്ക് ഇവനെ ഓടിച്ച് ഹൃദയാഘാതം സംഭവിച്ചുകൊണ്ട് മാത്രമല്ല അന്നേ അവനുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം. ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഒരുപാട് ദിവസം നോബിന്റെ മുറിയിൽ വരും. ഞങ്ങൾ സംസാരിച്ച് കുറെ രാത്രി ഒരുപാട് നേരം. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് ആൾക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അത്തരം അന്ന് എന്താണോ അത് തന്നെയാണ് അയാൾക്ക് ഇപ്പോഴും. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് അന്ന് മുതൽ നമുക്ക് അണ്ണ എന്ന് വിളിച്ച് പ്രിയപ്പെട്ട നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു സിനിമയുടെ അണ്ണനുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം. നമുക്ക് ഇപ്പോഴും പോയി കാണാം. എന്താവശ്യം പറഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ആളാണ്. ഞാൻ ഇന്നും ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് എനിക്ക് നെഗറ്റീവ് ഒരു കമന്റ് വന്നു. പിന്നെ ആരുടെ സിനിമയുടെ അടുത്ത് ഒരു കമന്റ് ഞാൻ വിഷമിച്ചു. ഞാൻ ദൈവമേ കാര്യം നമ്മൾ ഇത്രയും വർഷം ഉറപ്പടി മിമിക്രികളെ ഒരു സിനിമയുടെ അവസരം വലിയൊരു സംഭവമാണ്. അപ്പൊ കാര്യം ഞാൻ അവനെ വിളിച്ചു. എന്നാൽ എനിക്ക് ഇതുപോലൊരു സംഭവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന എനിക്കൊരു ഫീലിംഗ് ആയിട്ട് ഭയങ്കര വിഷമായി പോയി. അപ്പൊ അണ്ണാനെന്ന് പറഞ്ഞൊരു ഡയലോഗ് നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടി അതൊക്കെ വന്നോളൂ. സത്യമാണ്. ഞാൻ പിന്നെ ഇപ്പൊ കണ്ടിട്ട് നോക്കാം ദൈവത്തിനായിട്ട് പറഞ്ഞ് വർക്ക് കിട്ടി. അതൊന്നും ഒരു സന്തോഷം. കാര്യം അതൊരു ദേവതല്ല ഇപ്പോഴും ഈ പ്രസ് മീറ്റിങ്ങില് നിങ്ങളുടെ മുമ്പേ ഇരിക്കാൻ പറ്റിയൊരു കാരണം ഇല്ല വായിച്ചാലേ പ്രശ്നം. സൈബർ അറ്റാക്ക് വരുന്നു. ഒരാളെ വിളിച്ചിട്ട് പറയും ബിഗ് ബോസിന് എനിക്ക് സൈബർ അറ്റാക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഫോൺ ഓഫ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരും. ഫോൺ ഓഫ് ചെയ്ത് ഞാൻ ഇപ്പൊ കുഴപ്പമില്ല. ഇത് കേൾക്കുന്നതേ ഉള്ളൂ. ഒരു ഗുണമില്ല. ഒരു ഗുണമില്ല. സീരിയസ്ലി വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദോസ് കമന്റിംഗ് പീപ്പിൾ ഒരു ഗുണമില്ല. നമ്മൾ കേൾക്കാറില്ല, കാണാറുമില്ല. കാരണം അവരെയും പലരെയും എല്ലാവരെയും ഞാൻ പറഞ്ഞില്ല, അവരുടെ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് സ്റ്റേറ്റിൽ നിന്നാണ് അവരിത് പറയുന്നത്. അവര് ഈ പറയുന്ന ഒരാൾക്ക് നോബി ഒരു പുതിയ കാർ വെച്ചത് വഴി പോകുമ്പോൾ അത് കാണുന്നവന് ഉണ്ടാവുന്ന ആ സമയത്തുള്ള ഇത് മാത്രമാണ്. അല്ല നോബിയോട് പേഴ്സണലി ഒരു വിരോധവും അയാൾക്കില്ല. നാളെ നോബി വിളിച്ച് ചക്കരയെ ഒരു മുത്തം കൊടുത്ത് അവൻ എന്റെ പൊന്ന് നോവിച്ചാൽ വരും.
ഒരു കുഴപ്പമില്ല. ഒരു ദിവസം ഞാൻ എയർപോർട്ടിൽ ഒരാൾ സൈഡിൽ ഭയങ്കര ചിരിക്കണം. അപ്പൊ ഞാൻ എന്തോ കോമഡി ഉണ്ട്. ഞാൻ ഇല്ല, ഞാൻ കമന്റ് വായിച്ചിരിക്കുകയാണ്. ചിലർ ഭയങ്കര രസമായിട്ട് എഴുതുകയും ചെയ്യുന്നവർക്ക്. അല്ല, ഇതുകൊണ്ട് അതില് അഭിനയിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കമന്റുകൾ വായിക്കാം, വായിക്കാതിരിക്കുന്നതാണ് നല്ലതായാലും ചെയ്തായാലും. ഇതൊക്കെ നമുക്കറിയാലോ, നമ്മൾ എത്രമാത്രം ലിമിറ്റഡാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ടേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും. എന്തിന് മറ്റുള്ളവരുടെ വായിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ജസ്റ്റ് ഇഗ്നോർ. അനുവേട്ടനെ പറ്റി പറയുമ്പോഴേ, അനുവേട്ടനെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ താരജാളില്ലാത്തൊരു സാധാ ഒരു മനുഷ്യരാണ് അനുവേട്ടൻ എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ലല്ലോ അല്ല, അങ്ങനെ പറയാറുണ്ട്. അപ്പം അനുവേട്ടന്റെ അത്രയും ആൾക്കാരൊക്കെ ഒരുവിധം സ്റ്റാർഡം പിടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഇച്ചിരി ജാടൊക്കെ കാണിക്കാറുണ്ട്. സ്റ്റാർ ആണെങ്കിൽ ജാട കാണിക്കാൻ പറ്റും. അല്ല, അനുവേട്ടൻ ഇച്ചിരി ജാടൊക്കെ കാണിച്ചൂടെ? എങ്ങനെ ഞാനൊന്ന് പറഞ്ഞതനുസരിച്ച് ചെയ്യാം. അല്ല, യൂഷ്വലി എങ്ങനെയാണ് താരജാടയുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നീ പറയണം, നീ ഇത്രയും ആൾക്കാരെ കാണുന്നതല്ലേ, നീ ആൾക്കാരുടെ പേരെടുത്ത് പറയണം. ഒരു ആളുടെ പേരോ നല്ല താരജാടയുള്ള ഒരു ആക്ടറുടെ പേര് നിങ്ങളെ പറയണം. വേണ്ടേ, വിട്ടാ നിർത്തിയാണ്. ഇപ്പോഴത്തെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇന്റർവ്യൂ സ്റ്റേറ്റ്സുകൾ ഇന്റർവ്യൂ അപ്പം ഒരു ആങ്കർ ഫോം ആങ്കർ എന്നുള്ള എല്ലാവർക്കും നോക്കുന്നത്. അതായത് എന്തെങ്കിലും ടിപ്പ് കൊടുക്കും, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്തണം, എങ്ങനത്തെ ഇതായിരിക്കണം, പാറ്റേണാണ് ഇരിക്കേണ്ടതെന്നുള്ള ഒരു ടിപ്പ് എന്തെങ്കിലും. ഇതിനകത്ത് ഞാനങ്ങനെ ഒരു ടിപ്പും ആർക്കും കൊടുക്കാൻ അർഹനല്ല. കാരണം വെച്ചാൽ ഞാൻ ആ സമയത്ത് ഈ പറയുന്ന ഒരു ആക്ടർ ആയിരുന്ന ടൈം എന്ന് പറയുന്നത് ജേർണലിസം തന്നെ വേറെ തരം ആയിരുന്ന ടൈമാണ്. ഇപ്പൊ ഇത് കുറച്ചുകൂടെ എന്റർടൈനിങ് ആയി. അന്നത്തെ എന്റെ ശുഭദിനം രാവിലത്തെ ആങ്കറിൽ കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങും. കാരണം ഇത് കംപ്ലീറ്റ് എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് സാഹിത്യം പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പൊ അതില്ലല്ലോ. നമ്മുടെ ഭാഷ തന്നെ ഒരു 2010 ഭാഷ 2001 ഞാൻ ആ ടൈമിലാണ് ലിറിക്കലാണ്. അത് ബേസ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നത് OMB-യിലും വിജയനിലും MT-യിലും അങ്ങനത്തെ ഒരു ഭാഷയാണ്. ഇന്ന് ആ ഭാഷ എന്ന് പറയുന്നത് ക്രിഞ്ചായിരുന്നു അല്ലെ. ഇന്ന് വളരെ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ. അത് തെറ്റേ അല്ല, അത് മാറും. അത് എല്ലായിടത്തും മാറിയിട്ടുണ്ട്. ഇപ്പോ 1920s ബദറിംഗ് ഹൈറ്റ്സ് ഒക്കെ പോലത്തെ സാധനങ്ങൾ എഴുതുന്ന പോലെയല്ലോ ഇന്നൊരു കോട്ടൺ പാമ്പോ അങ്ങനത്തെ ഒരു പുതിയ റൈറ്റർ എഴുതുന്നത്. അവിടെ ഞാൻ പറഞ്ഞു എല്ലായിടത്തും ഇന്നത്തെ അപ്പൊ ഒരു സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന പോലെ അല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടൊക്കെയുള്ള നോവലുകളിൽ ഞങ്ങൾ ഇന്നലെ ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് തസ്രാക്കിൽ പോയി. ഖസാക്കിന്റെ ഇതിഹാസം അവിടെയാണ്, തസ്രാക്ക് എന്ന സ്ഥലത്താണ് വിജയൻ എഴുതുന്നത്. അപ്പം ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു, വെയിലിന്റെ സ്ഫടികമാനങ്ങളിലേക്ക് ടെറാഡക്ടൈലുകളെ പോലെ പറന്നിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഉപ്പുവെച്ചന്റെ എപ്പിസോഡൊക്കെ. ഇന്നൊരിക്കലും ഒരു റൈറ്റർ അങ്ങനെ എഴുതുന്നില്ല. കാരണം അത് എഴുതിയാൽ അത് ക്രഞ്ചാണ്. ഇത് മനസ്സിലാവാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയറുള്ള ഒരു തരത്തിലുള്ള സാധനം ഇപ്പൊ എടുക്കില്ല. അതിനെ ഞാൻ അടുത്തത് അന്തമായിട്ട് വായിച്ചൊരു പുസ്തകം എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ മദർ കംസ് ടു മീ എന്നുള്ള ബുക്കാണ്. ഈവൻ അതിന്റെ ലാംഗ്വേജ് പോലും, അതിന്റെ ഒരു സീൻ കൺസ്ട്രക്ട്, സെന്റൻസുകൾ എങ്ങനെയാണ് അതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നത്, ഈ സാധനത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അയ്യോ നമ്മുടെ പഴയ ഭാഷ പോയി. പഴയ ഭാഷ പോകാനുള്ളതാണ്, അത് പോവും. ഇറ്റ് വിൽ വിതർ ഓഫ്. പുതിയ പുതിയ നവനവങ്ങളായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ വരും. നമ്മളിപ്പോ അടിപൊളി എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് എന്ത് ഭാഷയാണെന്ന് പറഞ്ഞു ചോദിച്ച ആൾക്കാരുണ്ട്. അടിപൊളി അങ്ങനെ ഇന്നത് കോമൺ മലയാളം ലാംഗ്വേജിലേക്ക് എടുത്തു കഴിഞ്ഞു. അടിപൊളി എന്ന് പറയുന്ന ആ വാക്ക്. ചെത്ത പയ്യൻ എന്ന് പറയുന്നത് പണ്ടൊരു വൃത്തികെട്ട ഭാഷയായിരുന്നു. അതൊക്കെ നമ്മുടെ കോമൺ. ദാറ്റ് ചേഞ്ച് ഹാപ്പൻസ്. എംബ്രേസ് ഇറ്റ്. അതിനെ ആരെങ്കിലും ചെയ്ത് കൂടെ നിർത്തിയില്ലെങ്കിൽ
നമുക്ക് പുറത്തിരിക്കാം. എന്തായാലും എല്ലാവരും ഫെബ്രുവരി 13-ാം തീയതി 14 നോർമൽ റൊമാൻറ്റിക് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ത്രില്ലർ പടം ഇറങ്ങുവാണ്. നമ്മുടെ കാണാൻ പ്രേക്ഷകരോട് നമ്മൾ പറയാം. കാണും മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് പറയാവുന്ന കാര്യം ഭയങ്കര രസമുള്ള സിനിമയാണ്. ഇതെല്ലാം തന്നെ എല്ലാ സിനിമയെ കുറിച്ചും അതിന്റെ സാങ്കേതിക പ്രവർത്തനം പറയുന്നത്. എനിക്ക് തനിനിറത്തെ കുറിച്ച് തോന്നുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇത് പറഞ്ഞില്ല, നമ്മളിപ്പോ പുതിയ തരം ത്രില്ലറുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഓൾഡ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പ്രത്യേകിച്ചും രതീഷ് എന്ന് പറയുന്നത് മോസാറിന്റെ എത്രയോ കാലത്തെ അവസ്ഥയാണ്. അപ്പൊ നമുക്ക് പണ്ട് സ്വാമി സാറൊക്കെ എഴുതിയ അല്ലെങ്കിൽ ആ ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും ഇത് ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു എന്താണ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ കൃത്യമായി ഓരോ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന അത്തരമൊരു ഓൾഡ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മൾ ഇന്നും അത്തരം സിനിമകൾ റീവിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ റീവിസിറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഈ സിനിമ വർക്കാവാന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്, നീ മറ്റേ പറ താരചാട്ടുകൾ നടക്കും. ഒരാളെ പറ മൈക്കോട്ടെ നിങ്ങൾ ഭയങ്കര ഫ്രണ്ടേറിറ്റി ആണല്ലോ. നിങ്ങൾ അവന്റെ മുഖത്തേക്ക് ഈ ഐക്യ സിനിമാക്കാർക്കിടയിലുണ്ടായിരുന്നെങ്കിൽ അല്ല, അനൂപേട്ടന് ബാക്കിയുള്ള ആൾക്കാരോടുള്ള ബിഹേവിയർ ആണ് ഞാൻ അതൊന്നും എന്നെ കുറെ നേരം നോക്കി. അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഓക്കെ. എനിക്ക് മതി, എനിക്ക് നിറഞ്ഞു. ഓക്കെ, എന്റെ ഫില്ലായി. മോനെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വിളിച്ചിട്ട് പറയാം. ഇപ്പൊ പറയട്ടെ. നീ പറഞ്ഞു പല നടന്മാർക്കും താരചാടണം. ഒരാളുടെ പേര് പറയാൻ എനിക്ക് പറ്റുന്നില്ലേ? നിന്റെ സകല പത്രപ്രവർത്തക ദൈവങ്ങളും തോന്നിക്കും. വേണ്ട പിന്നെ പറയാം. തലയിൽ കൂടുതൽ താരനുള്ള ചാടൻ പിന്നെ പറയാം. അപ്പം മനസ്സിലായാലും ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഉത്തരം പറയാം. തിരിച്ചങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. പ്ലെയിൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ നിർത്താം. മാത്രം ആരും കേൾക്കണം. അപ്പൊ നീ അത് കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ആക്ഷൻ പഠിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫെബ്രുവരി 13 തനിനിറം കാണുക. ശരി, ബൈ. അപ്പൊ എല്ലാവരും 13 തിയേറ്ററിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. ഒരു ഫോട്ടോയും കൂടി, ടീം ഫോട്ടോ. പ്രാവശ്യം